ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ +2 ക്രിസ്മസ് എക്സാം ബിസിനസ് സ്റ്റഡീസ് എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? നമ്മൾ തകർത്ത് എഴുതിയില്ലേ? നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങളൊക്കെ തന്നെയല്ലേ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്? ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വേണ്ടിയിട്ട്. കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 1 മാർക്കിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങളുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുക. ഇനി വരാൻ പോകുന്ന മോഡൽ എക്സാമും ആനുവൽ എക്സാമും ഒരു തെറ്റും കൂടാതെ മുഴുവൻ മാർക്കും കിട്ടുന്ന രീതിയിൽ A+ ലെവലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് മൊത്തം നിങ്ങൾ 8 ക്വസ്റ്റ്യൻ ആയിരുന്നു ആൻസർ ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ മൊത്തം നമുക്ക് 8 മാർക്കാണ് ഈ ഒരു എൻറ്റയർ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് മൊത്തം 10 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്തത് ഏതാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ചെയർമാൻ ബിലോങ്സ് ടു ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആയിരുന്നു ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളാണ് ആര്? ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെയർമാൻ ഏത് ലെവലിലായിരിക്കും ഇൻവോൾവ് ആവുക? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലായിരിക്കും ചെയർമാൻ ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്നാണ് അതിൻ്റെ ശരിയായ ഉത്തരം വരുന്നത്. രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമായിരുന്നു. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആസ് പെർ ദ ഹിൻഡ് ഗിവൺ ബിലോ. നമുക്ക് L എന്ന് തന്നിട്ട് ലിബറലൈസേഷൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ P എന്താണ്? P വരുന്നത് പ്രൈവറ്റൈസേഷൻ ആണ്. G വരുന്നത് ഗ്ലോബലൈസേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റൈസേഷൻ എന്നും ഗ്ലോബലൈസേഷൻ എന്നും എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അതിനുള്ള 1 മാർക്കായി. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ പ്രിമൈസസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡാഷ് പ്ലാൻ. സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? അത് റൂളാണല്ലേ, അതൊരു നിയമമാണല്ലേ. അപ്പോൾ റൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്ലാൻ ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ എന്ന് പറയുന്നത്. അത് എഴുതിയാൽ നിങ്ങൾക്ക് അതിനുള്ള 1 മാർക്കും കിട്ടും. ഇനി നാലാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ജോബ്. ശരിയായ ആളെ ശരിയായ ജോലിയിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാഫിംഗ് ആണ് അവിടുത്തെ ശരിയായ ഉത്തരം. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആസ് പെർ ദ ഹിൻഡ് ഗിവൺ. നമ്മൾ പല തവണകളായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രോസസ്സാണ് അല്ലേ? കാരണം എന്താണ്? ഒരുപാട് പേര് അവിടെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, എന്നാൽ സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങളവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് എന്താണ്? പോസിറ്റീവ് പ്രോസസ്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള 1 മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് അതർവൈസ് കോൾഡ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ വേറൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്. അതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അറിയപ്പെടുന്നത്. അപ്പോൾ അത് എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അടുത്ത ചോദ്യം, ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ച സമയത്ത് അതിൻ്റെ പ്രോസസ്സ് പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ വരുന്ന അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അതിനെ വിളിക്കുന്ന പേരാണ് മെസ്സേജ്. മെസ്സേജ് എന്നതാണ് അതിൻ്റെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫീച്ചർ ഓഫ് കൺട്രോളിങ്. കൺട്രോളിങ്ങിൻ്റെ ഫീച്ചർ എന്താണ്? കൺട്രോളിങ് എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് പാസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. അതായത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ റിവ്യൂ ചെയ്യുന്നത്. പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ കാര്യങ്ങൾ നന്നായിട്ട് നടന്നത് എന്ന് ഒരു റിവ്യൂ ആണ് അവിടെ നടക്കുന്നത്. സോ കൺട്രോളിങ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പാസ്റ്റ് ആക്ടിവിറ്റീസിൻ്റെ ഒരു റിവ്യൂ ആണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, റൈറ്റ് 1 എക്സാമ്പിൾ ഫോർ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന് നമുക്ക് എക്സാമ്പിളായിട്ട് എന്ത് എഴുതാം? ഇൻവെൻട്രി സ്റ്റോക്ക് എഴുതാം, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം, റിസീവബിൾസ് എഴുതാം. ഇതെല്ലാം കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി കേട്ടോ. സ്റ്റോക്കോ ബിൽസ് റിസീവബിളോ ഡെപ്റ്റേഴ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാം. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫൈനാൻസ്. ഏറ്റവും ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫൈനാൻസ് എന്ന് പറയുന്നത് ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഇവിടെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ 8 ചോദ്യങ്ങളായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സാം? +2 നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൻ്റെ ആദ്യത്തെ ഘട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? ഈസി ആയിട്ട് എഴുതാൻ പറ്റിയോ? നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടില്ലേ? എല്ലാം ഓക്കെ അല്ലേ?
അപ്പോൾ നിങ്ങൾ ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ചോദ്യങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.